ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നോമ്പുകാല ചിന്തകളിലേക്ക് കിടക്കാം. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. നമുക്ക് തിരുവചനത്തിലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 19-ാം അധ്യായത്തിലെ 28-ാം തിരുവചനം വായിക്കാം. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കുരിശിൽ തൂങ്ങി മരിക്കുന്ന വ്യക്തികൾക്ക് അതികഠിനമായ ദാഹം അനുഭവപ്പെടുക തികച്ചും സ്വാഭാവികം തന്നെയാണ്. തലേ രാത്രിയിൽ അന്ത്യത്താഴത്തിന് ശേഷം യേശുവൊന്നും ഭക്ഷിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. ചാട്ടയടിയും ഉൾമുടിയും ഇരുമ്പുവാളികളും വഴി രക്തം മുഴുവൻ വാർന്നു പോയി കഴിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന ക്രൂശിതന്റെ വിലാപം അക്ഷരാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാൻ ഏവനും സാധിക്കും. വിലാപം കേട്ട് മനസ്സലിഞ്ഞ പടയാളി വിനാഗിരിയിൽ കുതിർത്ത നീർപ്പഞ്ഞി അവൻ്റെ ചുണ്ടോട് അടുപ്പിച്ചു. യേശു അത് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇത് മാത്രമല്ല, ഈ ഗുരുവഴിയുടെ അർത്ഥസൂചനകൾ യേശുവിൻ്റെ ദാഹം കുടിവെള്ളത്തിന് വേണ്ടിയല്ല, നീർപ്പഞ്ഞിൽ കിട്ടിയ വിനാഗിരി രുചിച്ചുകൊണ്ട് മാത്രം ശമിപ്പിക്കുന്നതുമായിരുന്നില്ല. തിരുവെഴുത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് യേശു ഇത് പറഞ്ഞതെന്ന് സുവിശേഷകൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. പരിത്യക്തന്റെ രോഗത്തിൻ്റെ പ്രത്യാശയും വിശേഷിപ്പിക്കുന്ന 22-ാം സങ്കീർത്തനമാണ് ആദ്യത്തത്. എന്തേ എന്നെ ഉപേക്ഷിച്ചു എന്ന യേശുവിൻ്റെ വിലാപം ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യവാക്യമാണ്. പീഡനത്തിൻ്റെ രൂക്ഷമായ വിസ്തീർണത്തിൻ്റെ അവസ്ഥ പോലെ അതിൽ വ്യക്തമായിട്ടുണ്ട് സങ്കീർത്തനത്തിൽ. എൻ്റെ അണ്ണാക്ക് ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. 22-ാം സങ്കീർത്തനത്തിൽ 15-ാം തിരുവചനം എഴുതി വെച്ചിട്ടുള്ളതാണ്. ദുസ്സഹമായ ദാഹത്തിൻ്റെ വിവരണമാണിത്. യേശു അനുഭവിക്കുന്ന ദാഹത്തിൻ്റെ നേർചിത്രം. അതോടൊപ്പം ദാഹത്തിൽ അവർ എനിക്ക് വിനാഗിരി കുടിപ്പിച്ചു. സങ്കീർത്തനം 68-21 എഴുതി വെച്ചിട്ടുണ്ട്. ദാഹത്തിന് അവർ എന്നെ വിനാഗിരി കുടിപ്പിച്ചു. സങ്കീർത്തനം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്ന സങ്കീർത്തന വാക്കും ഇവിടെ ശ്രദ്ധേയമാകുന്ന അവസരമാണിത്. പീഡിതന്റെ വിലാപങ്ങളായി സങ്കീർത്തകൻ കണ്ടത് യേശുവിൽ കൂടി പൂർത്തീകരണം ആയിപ്പെട്ടു. എന്നാൽ യേശുവിൻ്റെ വിലാപത്തിന് കൂടുതൽ ആഴമേറിയൊരു അർത്ഥമാണുള്ളത്. മുമ്പൊരിക്കൽ സമറിയായിലെ കിണറ്റിൻകരയിൽ ഇരിക്കുമ്പോൾ വെള്ളം കോരാൻ വന്ന സമറിയായിക സ്ത്രീയോട് യേശു കുടിക്കാൻ വെള്ളം ചോദിച്ചു. തീർച്ചയായും ദാഹിച്ചത് കൊണ്ടാണല്ലോ നമ്മളെ ആരായാലും യേശു ആയാലും വെള്ളം കുടിക്കാൻ ചോദിച്ചത്. എന്നാൽ സംഭാഷണം അവസാനിക്കുമ്പോൾ യേശു ദാഹജലം കുടിക്കുകയല്ല, കൊടുക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തമായിട്ട് പറഞ്ഞു, ഒരിക്കൽ ഞാൻ നൽകുന്ന ജലം കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കില്ല. സംതൃപ്തി നൽകുന്ന ജീവജലം കുടിക്കുക, നല്ലത് കൊടുക്കാനാണ് യേശു ദാഹിക്കുന്നത്. എന്താണ് വ്യക്തമായിട്ട് പറയുന്നത്? എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യോഹന്നാന്റെ സുവിശേഷത്തിലെ 7-32 തിരുവചനം. യേശു നൽകാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു സൂചനയായിരുന്നു ഇത്. ക്രൂശിതന്റെ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ നിന്ന് രക്തവും വെള്ളം ഒഴുകിയപ്പോൾ തന്നെ ഈ ദാഹത്തിന്റെ അർത്ഥം വ്യക്തമായി. ആത്മാവിനെ നൽകാൻ, പുതുജീവൻ നൽകാൻ, പുതുരക്ഷ നൽകാൻ, ദൈവപുത്രസ്ഥാനം നൽകാൻ വേണ്ടിയാണ് യേശുവിൻ്റെ ദാഹം. ഓരോ മനുഷ്യ വ്യക്തിയും ദൈവത്തെ പിതാവായി സ്വീകരിച്ച് ദൈവമക്കളുടെ സ്ഥാനത്തെ ഉയർത്തപ്പെടുന്നതുവരെ ഈ ദാഹം തുടരും. ഇതാണ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. യേശു എനിക്ക് വേണ്ടിയും ദാഹിക്കുന്നു. യേശുവിൻ്റെ ദാഹത്തിൽ നാം ഓരോരുത്തരും പങ്കുചേരണം. എല്ലാ മനുഷ്യരും ദൈവമക്കളായി അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള വ്യക്തമായൊരു ദാഹമാണ് യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്. എനിക്ക് ദാഹിക്കുന്നു. അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞെന്ന് മനസ്സിലാക്കി തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ നമ്മൾ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടക്കുന്ന യേശുവിനോടൊപ്പം നിന്ന് ജീവിക്കാൻ, അല്ലെങ്കിൽ യേശുവിനോടൊപ്പം ചേരുന്നതിന് വേണ്ടിയുള്ള വലിയൊരു വിളിയാണ് ഈ ദുഃഖ വെള്ളിയാഴ്ചയിലൂടെ യേശു നമുക്ക് നേടിത്തരുന്നത്. സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട് കർത്താവായ അല്ലെങ്കിൽ ദൈവമായ യേശു തന്നെ പാപികൾക്ക് വേണ്ടി സ്വയം
ശൂന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ട് കഠിനമായ പീഡകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കുരിശിൽ തൂങ്ങി മരിക്കുമ്പോൾ നമുക്ക് രക്ഷ നേടിത്തരുന്നു. എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. സത്യമായ ദൈവവചനം. അപ്പോൾ യേശുവിൻ്റെ ദാഹം നമുക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ആ ദാഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യജീവിതം തുച്ഛമായ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ മാത്രം ജീവിതത്തിൽ നമുക്കും ദാഹിക്കണം അവനെ പോലെ. എന്തിനു വേണ്ടിയിട്ട്? സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ട്, അവനോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദാഹിക്കണം. ശരിയായ ദാഹമുണ്ടെങ്കിലേ നമുക്ക് കുടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവൻ കുരിശിൽ കിടന്നുകൊണ്ട് ദാഹിച്ചതുപോലെ നമുക്കും ദാഹിക്കാൻ ശ്രമിക്കണം. ആ ദാഹത്തിൽ കൂടി നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കും. സമ്രായിക്കരിയിൽ ചെന്ന് വെള്ളം ചോദിച്ചപ്പോൾ കുടിക്കാൻ ചെന്നത് വ്യക്തിക്ക് തന്നെ ജലം കൊടുക്കുന്നവനായി മാറി. ദാഹജലം കൊടുക്കുക വ്യക്തിയായിട്ട് മാറുന്നത് നമുക്ക് വചനത്തിൽ കാണാൻ ശ്രദ്ധിക്കും. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് അതിനു വേണ്ടി പ്രതിജ്ഞ എടുക്കുക. നമുക്ക് അവന് വേണ്ടി, ആ രക്ഷയുടെ അനുഭവത്തിന് വേണ്ടി ദാഹിക്കുക. തീർച്ചയായിട്ടും ആ ദാഹം ശരിയായി ദാഹിച്ചാൽ നമുക്ക് കുടിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നല്ലവനായ യേശുവേ കർത്താവേ, ഞങ്ങൾ ഇന്നേ ദിവസം പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. അങ്ങ് ദാഹിച്ചതുപോലെ ഞങ്ങൾക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ദാഹം ലഭിക്കണമേ. യേശുവേ, പൂർണ്ണമായി അംഗീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. രക്ഷയുടെ അനുഭവത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരികയും ചെയ്യണമേ. പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.